എല്ലാ കുഞ്ഞാപ്പോ ഇജ്ജിപ്പോ ആരാ നോക്കണത്? ഞാൻ ഇമ്മാനെ കാത്തുക്കടാ. കൊറേ നേരമായി ഇവിടെ തുടങ്ങിട്ട്. ഇല്ല, ഞാൻ ഇപ്പൊ വന്നിട്ടോളൂ. ഞങ്ങൾക്ക് ഇന്ന് ഓരോരുത്തർ നിശ്ചയം ഉണ്ടായിരുന്നു, പരിപാടി ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ മുട്ടായി കൊടുത്തിട്ടാ. അപ്പൊ ആ പരിപാടിക്ക് പോയി. ഞാൻ കുറച്ചതിനെ കൊണ്ട് പോന്നു. പോന്ന് ഞാനിക്ക് ജാതി കേടി ചോറൊക്കെ കഴിച്ചപ്പോ ഉറങ്ങാൻ വന്നിട്ട് ഞാൻ വന്നു. എന്നിട്ട് അപ്പൊ ഉമ്മ പറഞ്ഞു ഞാൻ കുറച്ചു വരാ. ഉമ്മ അതൊന്നല്ല, കുറച്ചു കഴിഞ്ഞ് വഴി വന്നിട്ടുണ്ടെങ്കിലേ ചോറൊക്കെ കിട്ടൂലേ, അതൊക്കെ ബാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞു. അത് ശരി, അതിന് കാത്തിക്ക കാണാൻ അല്ല അവിടെ പോയി തിന്നൊന്നും പോരെ. എന്നോട് പറയാ അവിടെ പോയി തിന്നതേ. അവിടെ ഒരു ചെക്കനെ പരിചയപ്പെട്ടല്ല. ഇന്റെ ഒപ്പൊക്കെ ചെറുപ്പത്തിൽ കുഞ്ഞാപ്പോ കുഞ്ഞാപ്പോ പറഞ്ഞിട്ട് നടന്ന ചെക്കനുണ്ട്. ഞാൻ കണ്ടപ്പോ മുണ്ടിന് കൂടില്ലട്ടാ. ഓനും ഓന്റെ കൊറേ കൂട്ടുകാരും വന്നിട്ട് ഒരു അവിടെ ഈ പെണ്ണിക്ക് മുട്ടായി വെക്കുമ്പോ ഇവരൊക്കെ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട്, പാട്ടൊക്കെ വെച്ചിട്ടാ. അപ്പൊ ഞാൻ ഓടി ചെന്ന് സന്തോഷം കണ്ട് മുത്തോന്നുണ്ട് വർത്തക്കൊന്ന് അടിച്ചിട്ടാ. അപ്പൊ ചെക്ക വരെ നോട്ടം ചേതാടാന്ന് അറിഞ്ഞിട്ട്. അപ്പൊ ഓരോ കൂട്ടുകാരെ എന്താണ് പ്രശ്നം, എന്താണ് പ്രശ്നം? അപ്പൊ ഓ എടുത്തേക്ക് വരല്ല, ഈ ചെക്കനെ ഇവനെ ഏതാ ചന്തപ്പ് ഇന്നെ വന്നിട്ട് പുറത്തേക്ക് അടിച്ചിരിക്കുന്നു. ഞാൻ പറയും മുത്തോ മുത്തോ എന്നപ്പോ അപ്പൊ ചെക്കന്മാരൊക്കെ ഷെഫി ഷെഫി, ഓന്റെ പേര് ഷെഫീന്നാണ്, ഞങ്ങളൊക്കെ മുത്തൂന്നാ വിളിച്ചിരുന്നത്. ഷെഫി എന്താ പ്രശ്നം എന്നപ്പോ ഓര് പറഞ്ഞു ഞാൻ അറിയില്ല, ഈ ചെക്കൻ ഇന്നെ വന്ന് പുറത്തേക്ക് അടിച്ചെന്ന് പറഞ്ഞു. ഈ ചെങ്ങായിന്ന് ചെക്കന്നല്ലേ പറഞ്ഞു. നമുക്ക് നോക്കണ ഈ മുത്തൂല്ലേ, ഇപ്പൊ ബരി ഷെഫി വിളിക്കണ മുത്തു, ഓനക്ക് ഞാൻ എത്ര പോലും കായ് കൊടുത്തിട്ടുണ്ട്. ഓൻ ഇപ്പൊ വലുതായിട്ട് ഇപ്പൊ ഗൾഫിൽ പോയതാണ്. ഗൾഫിൽ പോയപ്പോ ഓനക്ക് എന്നെ മനസ്സിലാവണില്ല. ഓൻ എന്റെ അമ്മാനോട് 10 ഉറുപ്പ തരാ 20 ഉറുപ്പ തരാന്നിട്ട് ഞാൻ മേടിച്ചെടുക്കും. ഞാൻ അവനോട് ചോദിക്കണമെന്നില്ല കേട്ടാ. എന്നിട്ടിപ്പോ ഓൻ ഇന്നെ അവര് തല്ലൊളിച്ചടാ. ആ ചെക്കന്മാരൊക്കെ പിടിച്ചിട്ട് ഇന്നോട് തോണ്ടി എന്നിട്ട് പറഞ്ഞേ എടാ മൂത്താപ്പ ഇവിടുന്ന് പൊയ്ക്ക മര്യാദക്കുന്നു. എടാ മൂത്താപ്പ ഇവിടുന്ന് പൊയ്ക്ക മര്യാദ എന്നിട്ട് ഇന്നാണ്ട് ഉന്തിയടാ. നമുക്ക് എന്നോട് പറയാന് ഇപ്പൊ ഓൻ ഗൾഫിൽ പോയപ്പോ കജ്ജിയില് കായപ്പോ എനിക്ക് ഇന്നെ അറിയില്ലല്ലേ, വന്ന വഴി മറന്നുണ്ടാവും. ഓൻ ഇന്ത്യ ആയിക്കോട്ടെ വന്നത്. അതെന്തെങ്ങനെ ചിലവര് അങ്ങനെ തന്നെയാണ്, അത് നോക്കണ്ട. എന്നാലും അതേമാതിരി ഞങ്ങളവിടുത്തെ ആ ഷെരീഫ് ഉണ്ടല്ലോ, ഷെരീഫല്ല മുസ്തഫ, ഷെരീഫിന്റെ അടുത്തുള്ള വരത്തെ മുസ്തഫ ഉണ്ടല്ലോ, ഓന് ഞങ്ങളോട് തന്നെയായിരുന്നു. ഇതേമാതിരി ഓൻ ഗൾഫിൽ വന്നപ്പോ ഞാൻ മുസ്തഫ ചെന്നപ്പോ ഓന് എന്താണ് ഞാപ്പോ നേരല്ല ഞാൻ ഒറ്റ പോക്ക്. എന്നൊരു ഓൻ്റെ അന്ന് വിരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഓന് വന്ന വിരുന്ന് കഴിച്ചിരുന്നു. വിരുന്ന് കഴിക്കൂലേ, ഓന്നെ വിളിച്ചില്ലടാ. വിരുന്നല്ല വന്നത്, വന്നിട്ട് ആ വിരുന്നിന് എന്നെ വിളിച്ചില്ല. ഇന്ന് ഓന്റെ കൂട്ടുകാരൊക്കെ ഗൾഫിലത്തെ കുറെ കൂട്ടുകാരൊക്കെ വന്നിരിക്കുന്നു പറഞ്ഞു. അപ്പൊ അതേമാതിരി ഞാൻ ഒന്ന് പോയി നോക്കിയപ്പോ ഓര് ചോദിച്ചിട്ട് ആരാന്ന്. അപ്പൊ ഓർത്തേക്ക് ഞങ്ങൾ അവിടെ ഉണ്ടാവും, ഞങ്ങൾ അയൽവാസികളുള്ളതാണ്. ഞങ്ങൾ അയൽവാസികളാണ്. ഓർക്ക് പറഞ്ഞോടെ ഓന്റെ കൂട്ടുകാരനാണ് ഞാൻ. അപ്പൊ ഞാൻ പറയും എന്റെ കൂട്ടുകാരനല്ലാടെ ജി എന്നെ പോകും പറയാ മറ്റോട് കണ്ണമ്പിയാണ്ട് ആ കൂട്ടുകാരൻ തന്നെ കൂട്ടുകാരൻ. ഞാൻ തിരിഞ്ഞ പറയല്ലേ അത് ലെവല് വേറെ. അന്റെ കള്ളിമുണ്ടും കള്ളി ഷർട്ടും കൂടെ അല്ലെ പുള്ളി ഷർട്ടും ഇതൊക്കെ കണ്ടിട്ടേ അവർക്ക് അസൂയ ഷർട്ടൊക്കെ കണ്ടിട്ടാവും. ഇമ്മ പറഞ്ഞത് പണ്ടത്തെ കാലത്ത് പോറിങ് കുപ്പായാണ്, പോറി തുണിയാണ്, ഇത് ഗൾഫുകാര് മാത്രം കൊണ്ടുവരുള്ളൂന്ന്. പണ്ടത്തെ കാലല്ലല്ലോ ഇപ്പൊ, കാലൊക്കെ മാറിയില്ലേ. മോനെ ഇത് കനങ്ങറിയായ വിഷമ. ആ സ്ഥാനത്ത് പാന്റും ഷൂ ഒക്കെ ഇട്ടിട്ട് ലുക്കി പോയോക്ക് അഞ്ഞു ഇടണല്ലേ, എന്നാലും അതിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഓർക്ക് സെയിമേഡല്ലേ ഈ കോലത്തിൽ കാണുമ്പോ. എന്ത് സെയിമായാലും പ്രശ്നമില്ല. എന്നോട് പറയാൻ കേക്ക്. ഞാൻ പെരേക്ക് വന്ന് ഇമ്മാനെ കാണാനില്ല. ഇമ്മ അറിയണ ഞാൻ മാറി വരും, നിങ്ങൾ പറഞ്ഞ വരണ്ട ബിരിയാണിയൊക്കെ ബാക്കിയില്ലെങ്കിൽ കൊണ്ടുവരീന്ന് അറിഞ്ഞേ. അത് കാത്തിക്കടാ. അവിടുന്ന് ചെങ്ങായി എനിക്ക് തിന്നല്ലേ, അവിടുന്ന് എനിക്ക് രാത്രി തിന്നണ്ടാ. ഫുള്ള് തന്നെയാണ് കഴിക്കൂലേ, ഓർക്കന്നെ ഉണ്ടാവും. ഉണ്ടാവും, ബാക്കിയൊക്കെ ഉണ്ടാവും. ഞാൻ ഉമ്മാനോട് ഇറങ്ങി അടുക്കളയിലൊക്കെ പോയി നോക്കിക്കാണ്ടിട്ടാ. അപ്പം പറയാം അവിടത്തൊക്കെ പോയി വെക്കാന്ന് അറിയിക്കുന്നു. ഇമ്മ വരേക്കാരൊക്കെ അല്ല കൊറേ നേരമായ പോയിട്ട്. ഞങ്ങൾ രാവിലെ പോയതാണ് പൊട്ട. കല്യാണം രാവിലെ തന്നെ പോയിക്കണല്ലേ. ഞാൻ ഇപ്പൊ വന്ന് കുറച്ചേരം മിഠായി കൊടുക്കല് രാവിലെ തന്നെ പോയിക്കണ്. രാവിലെ പോയിക്കണ് ഞങ്ങള്.
ഉമ്മാനെ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ജാതി കേട്. ഞാൻ പോയി കിടക്കട്ടാ. ഇജ്ജ് ഒറ്റക്കനുള്ളൂ ഇവിടെ പെരേല്? ഇത് ഞാൻ 14 ആൾക്കാരെ അല്ല ഇന്നലെ മൂത്താപ്പല്ലേ വരും പറഞ്ഞത്? മൂത്താപ്പ ഒന്നൊന്നുമില്ലല്ലോ, ഓരോ സൈഡ് വരും. എന്നാ ശരിയാ. എന്റെ ഒരാൾക്ക് ഉച്ച കോമഡി നടക്കുകയാണ്, ഒറ്റക്കാണോന്ന് പറഞ്ഞിട്ട്. അല്ല പേടി എനിക്ക് ഇജ്ജല് പറഞ്ഞു പകല് കിടന്നുറങ്ങാൻ ആൾക്കാരെ പേടിക്കാം. ശരിയാ. ഇല്ല നായ്ക്കളൊക്കെ ഉണ്ടാവും അവിടെ, നോക്കിക്കോ. നായ്ക്കള് അന്നെക്കാട് നന്ന നായ്ക്കള്. ഇജ്ജ് പൂച്ച മാന്തി എന്നൊക്കെ പറഞ്ഞു, അതാ ചോദിച്ചത്. പൂച്ച മാന്തിയല്ലേ ഇപ്പൊ എപ്പോഴും പൂച്ച മാന്ത. പൂച്ചക്ക് ഭ്രാന്താ. കാലിന്റെ ഭേദമായിട്ടില്ലല്ലേ? ഇല്ലടാ, കാലിന്റെ ഭേദമായിട്ടില്ല. എന്നിട്ടാണ് ഇങ്ങനെ ഇറങ്ങി നടക്കണ്. ഞാൻ പോട്ടെന്താ ഉമ്മ വരുന്നില്ലടാ. ഞാൻ പോട്ടൊക്കെ എനിക്കാണെങ്കിൽ കട്ടൻ ചായക്ക് ദാഹിക്കുണ്ട്. ഞാൻ ചായ കുടിക്കട്ടെട്ടാ. ഇമ്മ രാവിലെ ഉണ്ടാക്കിയ കട്ടൻ ചായ ഉണ്ട്, ഞാൻ കുടിക്കട്ടെട്ടാ. രാവിലെ ഉണ്ടാക്കിയതാ? ഞങ്ങൾ പോകുമ്പോ രാവിലെ ചായ കുടിച്ചിട്ടല്ലേ പോയത്. അപ്പൊ ബാക്കി ഉണ്ടായിരുന്നു അവിടെ, അത് ഞാൻ കുടിക്കട്ടെ. എനിക്ക് തോന്നണ്ടാ? തോനൊന്നും ഇക്ക് കുടിക്കാൻ തന്നെയുള്ളു, തോനൊന്നുമില്ല. ഇക്ക് കുടിക്കാനോന്ന് ചോദിച്ചേ? അതൊരു പൗരിന് ചോദിക്കല്ലേ എനിക്ക് വേണാന്ന്. അപ്പൊ ഇജ്ജ് പറയില്ലേ വേണ്ടാന്ന്. അങ്ങനെയുണ്ട് കൊറേ ആൾക്കാര്. എന്നാലേ എന്നും കിട്ടണ ചായ ഞാൻ മുടക്കണില്ല, എനിക്ക് വേണ്ട. ഞങ്ങളെ വരവ് ഞങ്ങൾക്ക് എന്നല്ലാതെ എന്നും ഇല്ലാതിരിക്കും. എനിക്ക് എന്നോട് എന്നും ചോദിക്കുമല്ലോ വേണമെന്ന്, അപ്പൊ ഞാനത് മുടക്കണില്ലാന്ന്. ഇമ്മ പറഞ്ഞിരിക്കുന്നത് എന്നോട് വല്ലാതെ ചോദിക്കണ്ട, ചിലപ്പോ വേണമെന്ന് പറഞ്ഞ് നമ്മള് കൊടുക്കും. ആയിക്കോട്ടെ.